നയന വീണ്ടും ബാഗൊക്കെ എടുത്ത് രാവിലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. മുത്തശ്ശ, വീട്ടിൽ വലിയൊരു കോൺട്രാക്റ്റ് കിട്ടി. വർക്ക് സമയത്ത് ചെയ്തു കൊടുത്തേ പറ്റൂ. അതിനുവേണ്ടി എനിക്ക് ഡെയിലി വീട്ടിൽ പോകണം മുത്തശ്ശ. അതിന് മുത്തശ്ശൻ്റെ പെർമിഷൻ ചോദിക്കാനാണ് ഞാൻ വന്നേ. അങ്ങനെയൊക്കെ നയന മൂർത്തി സാറിൻ്റെ അടുത്ത് പറയുകയാണ്. അത് കേട്ട് നവ്യ വന്ന്, എടി നയനെ, നിനക്കെന്താ ഭ്രാന്താണോ? ഇന്നലെ നീ വീട്ടിലേക്ക് പോയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചത്. നിന്റെ ഭർത്താവിനും അമ്മയ്ക്കും ഇഷ്ടമല്ലാത്തപ്പോൾ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. നോക്ക് ചേച്ചി, ദയവ് ചെയ്ത് ചേച്ചി ഇതിൽ ഇടപെടണ്ട. അച്ഛനും അമ്മയും ജീവനോട് ഇരിക്കുന്നുണ്ടോന്ന് പോലും ചേച്ചി അന്വേഷിക്കാറില്ലല്ലോ. എന്നിട്ടിപ്പോ എന്നോട് വലിയ സ്നേഹമുള്ളതുപോലെ സംസാരിക്കുന്നു. മുതിർന്നവരോട് എങ്ങനെ മര്യാദയോടെ സംസാരിക്കണം എന്നൊക്കെ എനിക്കറിയാം. ചേച്ചി സംസാരിക്കണ്ട. അച്ഛനെയും അമ്മയും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കണം. അതാണ് എനിക്ക് പ്രധാനം. ഞാൻ പോയിട്ട് വരട്ടെ മുത്തശ്ശ എന്നൊക്കെ നയന ചോദിക്കുകയാണ്. മോളെ, നീ നിന്റെ അച്ഛനെയും അമ്മയും പോയി സഹായിക്കുന്നതിന് ഈ വീട്ടിൽ കുറച്ചുപോലും മര്യാദയില്ലാത്ത എന്നോട് അനുവാദം ചോദിക്കണോ? ഈ വീട്ടിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു വിലയുമില്ലെന്ന് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി മോളെ. അങ്ങനെ ദേവയാനിയെ നോക്കി മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശി എഴുന്നേറ്റ്, നോക്ക് നയന മോളെ, നിന്റെ അമ്മായിയമ്മ നിന്നെ ഒരിക്കലും മരുമകളായി കരുതുന്നില്ല. അതേപോലെ അവൾ എൻ്റെ മരുമകളാണെന്ന ബോധം അവക്കില്ല. ഇതാണ് സത്യം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പോൾ ദേവയാനിക്ക് ഒട്ടും സഹിക്കാനാവുന്നില്ല. എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തിനാ എൻ്റെ മേൽ പഴിചാരുന്നത്? അങ്ങനെ ദേവയാനി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്താ ദേവയാനി തെറ്റുള്ളത്? നീ കാരണമല്ലേ എല്ലാ പ്രശ്നങ്ങളും നടന്നത്. നയനെ പെരുമഴയത്ത് തള്ളിയിട്ട് കതക് വലിച്ചടച്ച ആദർശ് പറഞ്ഞ വാക്കുകളൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. അമ്മ, അത് ആദർശ് എടുത്ത തീരുമാനമാണ്. അതിലെനിക്ക് എങ്ങനെ തലയിടാൻ പറ്റും? അങ്ങനെയൊക്കെ ദേവയാനി ചോദിച്ചപ്പോൾ, തലയിട്ട നിനക്ക് എന്താ പ്രശ്നം? ആദർശ് നിന്റെ സ്വന്തം മകനല്ലേ. നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലേ അവൻ ഉറപ്പായും കേട്ടേനെ. പക്ഷെ നീ പറഞ്ഞില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. അങ്ങനെയൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അമ്മേ, നടന്നത് നടന്നു. എന്നിട്ടും ഇവളെന്തിനാ ഇവളുടെ വീട്ടിലേക്ക് പോകുന്നേ എന്നൊക്കെ ചോദിക്കുവാണ് ദേവയാനി. ന്യായമുള്ള കാര്യത്തിന് അവൾ പോകുന്നേ. അവളെ നമ്മൾ എന്തിനു തടയണം? അങ്ങനെ മുത്തശ്ശി മറുപടി കൊടുക്കുന്നുണ്ട്. അമ്മേ, അവൾ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തും. ഒരു പ്രാവശ്യം അവൾ പോയതുകൊണ്ടാ ആദർശിന് ഇത്രയും ദേഷ്യം വന്നത്. ഇനി വീണ്ടും പോയാ എന്താ ഇവിടെ സംഭവിക്കുക? അങ്ങനെയൊക്കെ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ മേലുള്ള സ്നേഹത്തിന്റെ പേരിലാ പോകുന്നേ. ആദർശ് നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരിലാ അവൾ മോശമായി നടക്കുന്നതെന്ന് പറയുന്നത്. നിന്റെ മോൻ ചെയ്യുന്നതല്ല ന്യായം. അത് നയനമോള് ചെയ്താ അത് തെറ്റ് എന്നൊക്കെ പറയുവാണ് മുത്തശ്ശി. അത് കേട്ട് മുത്തശ്ശൻ എഴുന്നേറ്റ്, എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ദേവയാനി, നിന്നോട് കൂടിയാ പറയുന്നേ. ഒരു പെണ്ണിന് സ്വതന്ത്രമായി പോകാനും ജോലി ചെയ്യാനും ഒക്കെ അവകാശമുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീട്ടിലെ അടിമയല്ല അവള്. അങ്ങനെ കരുതുന്നവർക്ക് എൻ്റെ മുന്നിലേക്ക് വരാം. നയനമോളെ, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. പോയി നല്ലപോലെ ജോലി തീർത്തിട്ട് വന്നാ മതി. അങ്ങനെയൊക്കെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് നയന നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കണ്ട് സഹിക്കാനാവാതെ ദേവയാനി ദേഷ്യത്തിൽ അവിടെ എഴുന്നേറ്റ് പോകുന്നു.